ഹലോ വെൽക്കം ടു എൻട്രി ICCA. എൻ്റെ പേര് എമിൽ ജോസഫ്. ഞാനിവിടെ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന ടോപ്പിക്കാണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ കണ്ട വീഡിയോകളിലെ ഇൻവെൻട്രി കോസ്റ്റിങ്ങിൻ്റെ കണ്ടിന്യൂയിങ് പാർട്ടാണ്. ഇൻവെൻട്രി കോസ്റ്റിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ എൻട്രി ആപ്പ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു ഓഫർ റൺ ചെയ്യുന്നുണ്ട്. യുവർ ഇയർ 2025 എന്നാണ് ഓഫറിൻ്റെ പേര്. ACCA ആസ്പിറൻസിനും ACCA പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ആ ഓഫറിനെ പറ്റി അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡു കോൺടാക്ട്. നമുക്ക് തുടങ്ങാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി? There is a balance between the cost and benefits of ordering large amount of inventory and holding inventory. എന്ന് വെച്ചാൽ നമ്മൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഓർഡറിങ് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അതേസമയം ഈ ഓർഡർ ചെയ്യുന്ന സാധനം നമ്മൾ ഇൻവെൻട്രി സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഹോൾഡിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഇക്വിലിബ്രിയം എവിടെയാണോ നമുക്ക് ഏറ്റവും എക്കണോമിക്കലായിട്ട് മാക്സിമം ഓർഡേഴ്സ് ചെയ്യാൻ പറ്റും എന്നറിയുന്നതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന ടോപ്പിക്. അതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് റൈസ് ആസ് ദ ലെവൽ ഓഫ് ഇൻവെൻട്രി റൈസസ്. സോ ഓർഡറിങ് സ്മോളർ എമൗണ്ട്സ് ഓഫ് സപ്ലൈസ് ഈച്ച് ടൈം വിൽ റിഡ്യൂസ് ഹോൾഡിംഗ് കോസ്റ്റ്. നമ്മൾ ഹോൾഡിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെറിയ എമൗണ്ടിൽ ഓർഡർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ലാഭം. പക്ഷേ അതേസമയം തന്നെ നമ്മൾ സപ്ലൈസിൻ്റെ അടുത്തുനിന്ന് ബൾക്ക് ഓർഡർ ചെയ്യുമ്പം അവർ നമുക്ക് ഡിസ്കൗണ്ട് തരും, അല്ലെങ്കിൽ നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റ് കുറയും. അപ്പോൾ ഓർഡറിംഗ് കോസ്റ്റ് റൈസ് ആസ് ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് റൈസസ്. നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂടുമ്പോൾ നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റും കൂടും. സോ ഫ്യൂവർ ഓർഡേഴ്സ് ബട്ട് ലാർജർ ഓർഡേഴ്സ് വുഡ് റിഡ്യൂസ് ദി ഓർഡറിംഗ് കോസ്റ്റ്. നമ്മൾ പല തവണയായിട്ട് ഓർഡർ ചെയ്യുന്നതിലും ഒരു തവണയും രണ്ട് തവണയുമായിട്ട് ഓർഡറിങ്ങിൻ്റെ നമ്പർ കുറയ്ക്കുമ്പോഴേക്കും നമുക്ക് ഓർഡറിംഗ് കോസ്റ്റും കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഓർഡറിംഗ് കോസ്റ്റ് കുറച്ച് ഹോൾഡിംഗ് കോസ്റ്റും കുറയ്ക്കുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ നമുക്ക് ഗ്രാഫിൻ്റെ ഒരു ഇതോടെ നോക്കിയാൽ, ഗ്രാഫിൽ വരുമ്പോൾ നമ്മളൊരു ആനുവൽ കോസ്റ്റിൻ്റെയും റീഓർഡർ ക്വാണ്ടിറ്റിയുടെയും ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഹോൾഡിംഗ് കോസ്റ്റ് നമ്മുടെ ഇൻവെൻട്രിയുടെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതേസമയം ഓർഡറിംഗ് കോസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഓർഡറിംഗ് ക്വാണ്ടിറ്റി കുറയുന്നതിനനുസരിച്ച് ഓർഡറിംഗ് കോസ്റ്റ് കുറയും. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലായിരിക്കും നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓർഡർ ഏറ്റവും മിനിമലായിട്ട് എത്തുക. ആ ഒരു മീറ്റിംഗ് പോയിന്റിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എന്ന് വെച്ചാൽ ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റ് കുറഞ്ഞു വന്ന് അത് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ, ഇത് രണ്ടും ഇൻ്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു സെക്ഷനിലായിരിക്കും നമ്മൾ EOQ അഥവാ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ദ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇസ് ദ ലെവൽ ഓഫ് സ്റ്റോക്ക് ദാറ്റ് മിനിമൈസസ് ദ ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് ഞാൻ പറഞ്ഞത് മിനിമൈസ് ചെയ്യുന്ന എമൗണ്ട് എപ്പോഴാണോ മിനിമൈസ് ചെയ്യുന്നത്, ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും മിനിമൈസ് ചെയ്യുന്ന ഏറ്റവും മിനിമലിലെത്തി അവർ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതിനാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. EOQ can be estimated using a graph that shows the holding cost, ordering cost and total cost at different activities. നേരത്തെ കണ്ട ഗ്രാഫ് വഴി നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു അസംഷൻസ് ഉണ്ട്. രണ്ട് അസംഷൻസ് ആണ്. ദ ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് കോൺസ്റ്റൻറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോൾഡിംഗ് കോസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻക്രീസ് ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫിൽ നോക്കുവാണെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന എന്നാണ് നമ്മുടെ ഒരു അസംഷൻ വരുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ആവറേജ് ഇൻവെൻട്രി ഇസ് ഹെൽഡ് ഇസ് ഈക്വൽ ടു മിനിമം ഓർ ബഫർ ഇൻവെൻട്രി പ്ലസ് ഓർഡർ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2. ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ബഫർ ക്വാണ്ടിറ്റി ഉണ്ടാവും. ബഫർ ക്വാണ്ടിറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ഒരു മിനിമം ഓർഡർ ലെവൽ, ആ ഒരു മിനിമം ഓർഡർ ലെവലും അതിൻ്റെ കൂടെ ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2. നമ്മൾ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ ഹാഫ് പ്ലസ് മിനിമം ഓർ ബഫർ ഇൻവെൻട്രി ആയിരിക്കും നമ്മുടെ ആവറേജ് ഇൻവെൻട്രി ആയിട്ട് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുക. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് ഫോർമുലയിലൂടെയും ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഫോർമുല. ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2COD ബൈ CH. ഇതിനകത്ത് ഓരോ കോൺസ്റ്റൻസിൻ്റെയും വേരിയബിളിൻ്റെയും ഡിസ്ക്രിപ്ഷൻ എന്നാന്ന് വെച്ചാൽ CH എന്ന് പറയുന്നത് ഹോൾഡിംഗ് കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് 1 യൂണിറ്റ് ഓഫ് ഇൻവെൻട്രി. ഒരു യൂണിറ്റ് ഓഫ് ഇൻവെൻട്രി ഒരു ടൈം പീരീഡിലേക്ക് നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ടൈം പീരീഡ് കൺസിഡർ ചെയ്യും. ആ ഒരു ടൈം പീരീഡിൽ ഒരു യൂണിറ്റ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ CH എന്ന് പറയുന്നത്. പിന്നെ CO എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് ഓർഡറിംഗ് എ കൺസൈൻമെൻറ്റ് ഫ്രം ഒരു തവണ ഓർഡർ ചെയ്യുമ്പോഴേക്കും ഒറ്റ ഓർഡറിനുള്ള കോസ്റ്റിനെയാണ് നമ്മൾ CO എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഓർഡറിംഗ് എ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഡിമാൻഡ് ഡ്യൂറിങ് ദ പീരീഡ്. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു മെറ്റീരിയൽ എന്തോരം വേണം, ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്തോരം മെറ്റീരിയൽ വേണം എന്നുള്ളതിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ഡിമാൻഡിനെയാണ് ഡിമാൻഡ് ഡ്യൂറിങ് പീരീഡ് ആണ് ഡി. അപ്പം EOQൻ്റെ ഫോർമുലയാണ് EOQ ഈസ് ഈക്വൽ ടു ദ ഹോൾ റൂട്ട് ഓഫ് 2COD ഡിവൈഡഡ് ബൈ CH.
ഈ ഒരു ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതും ഒക്കെയാണ്. ഇനി ആപ്ലിക്കേഷൻസ് ആണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ആപ്ലിക്കേഷൻസ് പലതുണ്ട്. നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ പല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതിനകത്താണ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ് ഫസ്റ്റ് വൺ. എത്ര തവണ ഓർഡർ ചെയ്യാം. നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഡിമാൻഡ്, നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി ആവശ്യമുള്ള ഡിമാൻഡിനെ EOQ വെച്ച് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് EOQ വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്പർ ഓഫ് ഓർഡേഴ്സ്, നമുക്ക് എത്ര ഓർഡേഴ്സ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് ആവറേജ് ഇൻവെൻട്രി ഹെൽഡ്. ആവറേജ് ഇൻവെൻട്രി ഹെൽഡ്, നമ്മളൊരു ഇൻവെൻട്രി ആവറേജ് ആയിട്ട് നമ്മുടെ കയ്യിൽ എത്ര ഇൻവെൻട്രി ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി EOQ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച EOQൻ്റെ ഹാഫ് ആയിരിക്കും നമ്മുടെ കയ്യിൽ എപ്പോഴും വേണ്ട ഒരു ആവറേജ് ഇൻവെൻട്രി. നമ്മുടെ കയ്യിലുള്ള ഇൻവെൻട്രിയുടെ ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ EOQൻ്റെ ഹാഫ് പ്ലസ് ബഫർ ഇൻവെൻട്രി. ഈ ബഫർ ഇൻവെൻട്രി കൺസിഡർ നമ്മളെപ്പോഴും ആവറേജ് ഇൻവെൻട്രിയിൽ കൺസിഡർ ചെയ്യണം, അതേസമയം EOQയിൽ കൺസിഡർ ചെയ്യും. ഇതിനകത്തെന്ന് പറയാം, ദിസ് ഈസ് ബിക്കോസ് ആസ് ദ ഓർഡർ അറൈവ്സ്, ഒരു ഓർഡർ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴേക്ക് നമുക്ക് 100% സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ 100% സ്റ്റോക്ക് ഔട്ട് ആയി കഴിയുമ്പോഴേക്കും 0% സ്റ്റോക്ക് എന്നായിരിക്കും. പക്ഷേ അപ്പോഴും ബഫർ ഇൻവെൻട്രി അവിടെ തന്നെയുണ്ട്. നമ്മൾ ആ ഒരു ഓർഡർ വന്ന ഓർഡറിൻ്റെ 100%ഉം 0%ഉം എടുത്തിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ ഈ ഹാഫ് ഓഫ് EOQ ആയിട്ട് എടുക്കുന്നത്. അപ്പം മിനിമം ഇൻവെൻട്രി എപ്പോഴും അവിടെ തന്നെയുണ്ട്. മിനിമം ഇൻവെൻട്രി പ്ലസ് ഈ വന്നേക്കുന്ന ഓർഡറിൻ്റെ ഹാഫാണ് ആവറേജ് ഇൻവെൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതൊന്ന് വായിച്ച് നോക്കി. ദിസ് ഈസ് ബിക്കോസ് ആസ് ദ ഓർഡർ അറൈവ്സ് 100% ഓഫ് ദ സ്റ്റോക്ക് ഈസ് അവൈലബിൾ ആൻഡ് അറ്റ് ദ എൻഡ് ദർ വിൽ ബി നോട്ട് എനി സ്റ്റോക്ക് റിമൈനിങ്. ആ എനി സ്റ്റോക്ക് റിമൈനിങ് എന്നുള്ളത് നമ്മൾ 0% ആയിട്ട് എടുക്കും. 0% ആയിട്ട് എടുക്കുമ്പോൾ 100% സ്റ്റോക്ക് വന്നു കഴിയുമ്പം ആ സ്റ്റോക്ക് ക്ലിയർ ഔട്ട് ആയി കഴിയുമ്പം 0%. പക്ഷേ അപ്പോഴും ബഫർ സ്റ്റോക്ക് വേറെ, നമ്മളെപ്പോഴും മിനിമം ഓർഡറിലുള്ള ഒരു ബഫർ സ്റ്റോക്ക് നമ്മളെപ്പോഴും അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബഫർ സ്റ്റോക്ക് പ്ലസ് ഇതിൻ്റെ 50% EOQൻ്റെ 50% ആയിരിക്കും നമ്മുടെ ഒരു ആവറേജ് ഇൻവെൻട്രി ആയിട്ട് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓർഡറിംഗ് കോസ്റ്റ്, ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് എത്രയാണെന്ന് കൺസിഡർ ചെയ്യും. ഇപ്പം ഓരോ ഓർഡറിനുള്ള കോസ്റ്റ് ആയിരുന്നു CO. നമ്മൾ എത്ര ഒരു തവണ ഓർഡർ ചെയ്യുമ്പോഴേക്ക് എന്തോരം ഓർഡറിംഗ് കോസ്റ്റ് എന്നുള്ളതായിരുന്നു നമ്മുടെ CO, മറ്റേ EOQ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്ന CO. ആ COനെ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ EOQ എന്നുള്ളത് നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻറ്റു ഒരു ഓർഡറിനുള്ള കോസ്റ്റ് ആയിരിക്കുമല്ലോ ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ്. അപ്പം EOQ വെച്ച് എങ്ങനെ നമുക്ക് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻറ്റു CO. നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ CO ആണ്. ഈ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ EOQ ആണ്. ഈ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ EOQ മൾട്ടിപ്ലൈഡ് ബൈ കോസ്റ്റ് പെർ ഓർഡർ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ്, ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എത്ര ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അതേപോലെ തന്നെയാണ് EOQ വെച്ച് നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റ്. EOQ വെച്ച് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴേക്ക് വരുന്ന ഹോൾഡിംഗ് കോസ്റ്റ് എത്രയാണെന്ന് അറിയാനായിട്ട് ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻവെൻട്രി ഇൻറ്റു CH എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് എ യൂണിറ്റ് ഫോർ എ ഇയർ. ഒരു യൂണിറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കോസ്റ്റാണ് CH. ആ CHൻ്റെ കൂടെ ആവറേജ് ഇൻവെൻട്രി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് EOQ പ്ലസ് ബഫർ ഇൻവെൻട്രി. അത് ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓർഡറിംഗ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റ്. ഓർഡർ ചെയ്യുന്നതിൻ്റെയും കോസ്റ്റിൻ്റെ ടോട്ടൽ അത് എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മാണ്. ഡിമാൻഡ് ഡിവൈഡഡ് ബൈ EOQ ഇൻറ്റു CO. ഇതെന്താണ്? ഡിമാൻഡ് ഡിവൈഡഡ് ബൈ EOQ ഇൻറ്റു CO എന്ന് പറയുന്നത് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് ആണ്. ആ ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് ആവറേജ് ഇൻവെൻട്രി ഇൻറ്റു CH എന്ന് പറയുന്നത് ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ്. അപ്പം ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓർഡറിംഗ് ആൻഡ് ഹോൾഡിംഗ് കോസ്റ്റിൻ്റെ സം എന്ന് പറയുന്നത് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഹോൾഡിംഗ് കോസ്റ്റ്. അതിനെ രണ്ടിനെയും EOQൻ്റെ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് ദിസ് പ്ലസ് ഈ ഒരു ഫോർമുല എടുക്കും. പിന്നെയാണ് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഇൻവെൻട്രിയുടെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ്. ആ ഒരു ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും അതേപോലെ തന്നെ അത് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് പർച്ചേസ് ചെയ്യണമല്ലോ, അതിൻ്റെ പർച്ചേസ് കോസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോഴേക്കാണ് ഒരു ഇൻവെൻട്രിയുടെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കാണുന്നത്. EOQ മോഡലിൽ നമ്മളൊരു ഇൻവെൻട്രി ഓർഡർ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ടോട്ടൽ ഇൻവെൻട്രി, ആ ഒരു ഇൻവെൻട്രിയുടെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ അതിൻ്റെ കോസ്റ്റിനകത്തൊക്കെ വരുന്നത്, നമ്മൾ ഓർഡറിംഗ് കോസ്റ്റിനകത്തൊക്കെ വരുന്നത് എന്നതാണെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ റെഫർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇൻവെൻട്രി കോസ്റ്റിങ്ങിനകത്ത് വരുന്ന കമ്പോണൻസ് എന്നുള്ളത്. അതിൽ നിന്നും ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഹോൾഡിംഗ് കോസ്റ്റ് പ്ലസ് ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ്. ഇതാണ് EOQൻ്റെ ആപ്ലിക്കേഷൻസ്. ഈ ആപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആപ്ലിക്കേഷൻസ് വെച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് വരുന്നതുമാണ്.
ഈ ഫോർമുലകൾ എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കണം. അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയും വേണം. നമുക്ക് ഫോർമുല ഷീറ്റിൽ അവൈലബിൾ അല്ല ഇത്. അപ്പോൾ ഇതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന ടോപ്പിക്ക്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക്